യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 മക്കബായരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം തിരുവചനം. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിഭക്തികളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല, നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം അഥവാ സത്യവേദ പുസ്തകം അഥവാ ഏവങ്കോലിയൻ വായിക്കുന്നവർ ഒരിക്കലും തങ്ങൾക്ക് വരുന്ന അനർത്ഥങ്ങളിൽ നിരാശരാകാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെ. ആ വചനത്തിലൂടെ നമ്മൾക്ക് വിപത്തുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിനു വേണ്ടിയല്ല, നമ്മളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനുള്ള നേർവഴിക്ക് വേണ്ടിയാണെന്ന്. നമ്മുടെ തെറ്റുകൾ മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ദൈവം തന്നെ തൻ്റെ മക്കളെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സതുദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. വിനാശകാലം, സഹനങ്ങൾ അത് ദൈവത്തിൽ നിന്ന് അകലുവാൻ വേണ്ടിയുള്ളതല്ല, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്ന ഏതൊരാൾക്കും സ്നേഹം കൊണ്ടും നന്മകൾ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ആ പിതാവ് നല്ലൊരു ഭാവി ഒരുക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ തിന്മ നിങ്ങളിൽ നിന്നും ഓടുവാൻ തുടങ്ങും. തിന്മ നിങ്ങളെ വിട്ടകലുവാൻ തുടങ്ങും. അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ ആ ശക്തിയോട് ചേർന്ന് നിന്ന് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തെ മുൻനിർത്തി ചെയ്യുവാൻ, അത് ദൈവാനുഗ്രഹം നിറഞ്ഞ അനുഗ്രഹമായി വിജയമായി മാറുന്നതിനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.